Dear students, in this session we will discuss the different methods for the pollution control measures. Air pollution. Transportation sources are responsible for 74% of all carbon monoxide emissions. The gasoline-fed internal combustions are primarily accountable for it. Considerable efforts for control of carbon monoxide pollution are mainly concentrated at automobiles. The internal combustion engine emissions consist of a mixture of carbon monoxide, oxides of nitrogen, hydrocarbons, and particulate matter. When one of these pollutants is subjected to control measures, the amount of other pollutants are affected at the same time. വായു മലിനീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കാർബൺ മോണോക്സൈഡ് എമിഷൻ്റെ 74% വാഹന ഗതാഗത രംഗത്ത് നിന്നാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വായുവിലേക്ക് തള്ളപ്പെടുന്നത് ഈ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിൽ നിന്നുണ്ടാകുന്ന എമിഷൻസാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എമിഷൻ അഥവാ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എമിഷൻസിൻ്റെ ഒരു സാങ്കേതികത്വം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഹൈഡ്രോകാർബൺസ്, പാർട്ടിക്കുലേറ്റ്സ് എന്നിവ തള്ളപ്പെടുന്നത് നിയന്ത്രിക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു കമ്പണൻറ്റിൻ്റെ എമിഷൻ നിയന്ത്രിക്കാൻ പറ്റിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവയുടെയും എമിഷൻസ് അല്ലെങ്കിൽ അത് മറ്റ് കമ്പണൻസ് മുഖാന്തരം ഉണ്ടാകുന്ന മലിനീകരണവും കുറയും. എയർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്. Air pollution can be controlled by two fundamental approaches: preventive techniques, effluent control. One of the effective means of controlling air pollution is to install proper equipment to minimize the effects of pollution and to control the amounts of the pollutants discharged to the atmosphere. This includes devices for removal of pollutants from the flue gases through scrubbers, closed collection recovery systems, the use of dry and wet collectors, filters, electrostatic precipitation, etc. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായും രണ്ട് അപ്രോച്ചസാണ് ഉള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് ടെക്നിക്സ്, രണ്ട് എഫ്ലുവൻ്റ് കൺട്രോൾ. മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഇഫക്റ്റീവായിട്ട് വായു മലിനീകരണം അഥവാ വായുവിലേക്ക് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനും ഇഫക്റ്റീവായിരിക്കുന്ന പ്രോപ്പറായിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ, സംവിധാനങ്ങൾ തയ്യാറാക്കണം. അതിൽ പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത് സ്ക്രബേഴ്സ്, ക്ലോസ്ഡ് കളക്ഷൻ റിക്കവറി സിസ്റ്റംസ്, പിന്നെ ഡ്രൈ ആൻഡ് വെറ്റ് കളക്ടേഴ്സ്, ഫിൽറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ തുടങ്ങിയവയാണ്. ഹൗ ടു കൺട്രോൾ പൊല്യൂഷൻ ഫ്രം ട്രാൻസ്പോർട്ടേഷൻ സോഴ്സസ്. Modification of internal combustion engines to reduce the amounts of pollutants formed during fuel combustion. Development of exhaust system reactors which will complete the combustion process and change potential pollutants into more acceptable materials. Development of substitute fuels for gasoline which will yield low concentration of pollutants upon combustion.
Development of pollution-free power sources to replace internal combustion engine. മലിനീകരണം എങ്ങനെ നിയന്ത്രിക്കാം? ഹൗ ടു കൺട്രോൾ ദി പൊല്യൂഷൻ. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഒന്നാമത്തേത് മോഡിഫിക്കേഷൻ ഓഫ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ. അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും പുറത്തേക്ക് തള്ളപ്പെടുന്ന പൊള്ളൂട്ടൻസിൻ്റെ അളവ്, അതായത് ഫ്യൂവൽ കമ്പസ്റ്റനിൽ കൂടി പുറത്തേക്ക് തള്ളപ്പെടുന്ന പൊള്ളൂട്ടൻസിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്ഹോസ്റ്റ് സിസ്റ്റം റിയാക്ടേഴ്സ് വിച്ച് വിൽ കംപ്ലീറ്റ് ദ കമ്പസ്റ്റൻ പ്രോസസ്സ്. അതായത് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ദി ആണ് കാർബൺ മോണോക്സൈഡ് പോലുള്ള പൊള്ളൂട്ടൻ ഉണ്ടാകുന്നതിനുള്ള കാരണം. അപ്പോൾ അത് ഫ്യൂവൽ കംപ്ലീറ്റ് കത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പൊള്ളൂട്ടൻസ് ഉണ്ടാകത്തില്ല. ഡെവലപ്മെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്യൂവൽസ് ഫോർ ഗ്യാസലിൻ. നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽസിന് ബദലായിട്ടുള്ള മറ്റ് ഫ്യൂവൽസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊള്ളൂട്ടൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫൈനലി ഡെവലപ്മെൻറ്റ് ഓഫ് പൊല്യൂഷൻ ഫ്രീ പവർ സോഴ്സസ്. പൊല്യൂഷൻ ഉണ്ടാക്കാത്ത പവർ സോഴ്സ്. ഉദാഹരണത്തിന് നമ്മൾ ബാറ്ററി ഉപയോഗിച്ചുള്ള കാറൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ഒരു പരിധി വരെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ സോഴ്സസ്. ബിൽഡിംഗ് higher smokestack facilities. The pollutants can be discharged as far away from the ground as possible. Industry should be carefully located as to minimize the effects of pollution after considering the topography and the wind directions. The raw materials that cause more pollution should be replaced with other suitable substances which cause less pollutions. വ്യാവസായിക മേഖലയിൽ നിന്നുള്ള പൊല്യൂഷൻസ് എങ്ങനെ ലഘൂകരിക്കാം? പല വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും ബൾക്കായിട്ട് പുക പുറത്തേക്ക് തള്ളപ്പെടും. അപ്പോൾ പുകക്കുഴലുകളുടെ അഥവാ സ്മോക്ക് സ്റ്റാക്കിംഗ് ഫെസിലിറ്റീസ് അതിൻ്റെ ഹൈറ്റ് പരമാവധി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ദിസ് സ്മോക്ക് ഓർ ദ പൊല്യൂട്ടൻസ് ആസ് ഫാർ അവേ ഫ്രം ദ ഗ്രൗണ്ട്. പിന്നെ വ്യവസായശാലകൾ പലപ്പോഴും നമ്മൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പരമാവധി ദൂരത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. കാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കിയും ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അതിൻ്റെ നോക്കിയും ഒക്കെ തന്നെയാണ് വ്യവസായശാലകൾ സ്ഥാപിക്കേണ്ടത്. പൊല്യൂഷന് കാരണമാകുന്ന റോ മെറ്റീരിയൽസ് അതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും പൊല്യൂഷൻ മിനിമൈസ് ചെയ്യുന്ന ഏറ്റവും ലഘൂകരിക്കുന്ന തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുകയും ചെയ്താൽ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബാൻ ഓൺ ഫ്രിയോൺസ്. Strict control measures or even ban should be imposed on the production of chemicals like freons. In 90s, nearly 7 lakh tons of freons were produced annually. There are several freons like CFCl3, CF2Cl2 and CF3Cl. Though inert, they have found to cause environmental damage. Now, their use in aerosols has been banned in many countries. Anyhow, still they are used as refrigerants. A total ban of freons is anticipated in the nearest future. Thus, by introducing strict laws and implementing control measures, the pollution of our environment can be minimized. മാരകമായിരിക്കുന്ന മലിനീകരണത്തിന് കാരണക്കാരായ ഫ്രിയോൺസ് പോലുള്ള കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചുകൊണ്ട് തന്നെ അഥവാ നിയന്ത്രിക്കേണ്ടതാണ്. കാരണം ഫ്രിയോൺസ് പോലുള്ള കെമിക്കൽസിൻ്റെ ഉപയോഗം ഇന്നും റെഫ്രിജറൻറ്റ് ശീതീകരണ മേഖലയിൽ നിലനിൽക്കുന്നു. ഇതൊക്കെ
പൂർണ്ണമായി തന്നെ തടഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് മലിനീകരണം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അതിനുതകുന്ന ശക്തമായ നിയമ നിർമ്മാണങ്ങൾ നടത്തണം. ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബർ. Gravitational settling chambers are devices that are introduced to the industrial exhaust system to remove solid particles from the emission. I repeat, gravitational settling chambers are devices that are introduced to the industrial exhaust system to remove solid particles from the emissions. It's a simple particulate collection device using the principle of gravity to settle the particulate matter in a gas stream passing through its long chamber. The primary requirement of such a device would be a chamber in which the carrier gas velocity is reduced so as to allow the particulate matter to settle out of the moving gas stream under the action of gravity. ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബർ എന്ന് പറയുന്നത് എക്സോസ്റ്റിൽ നിന്നും, ഒരു ഇൻഡസ്ട്രിയൽ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങളിൽ നിന്നുള്ള പാർട്ടിക്കുലേഴ്സിനെ ഗ്രാവിറ്റി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്രാവിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ലളിതമായിരിക്കുന്ന ഒരു മെത്തേഡാണിത്. The gas velocities in the settling chamber must be sufficiently low to the particles to settle due to gravitational force. Literature indicates that gas velocity less than about 3 meters per second is needed to prevent re-entrainment of the settled particles. The gas velocity of less than 0.5 meter per second will produce good results. This particulate matter in the polluted air is collected at the bottom of the chamber. The chamber is cleaned manually to dispose the waste. ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബറിൻ്റെ ഉപയോഗത്തെപ്പറ്റി ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് ചേംബറിൽ കൂടി ഈ പൊള്യൂട്ടഡ് ആയിരിക്കുന്ന ഗ്യാസ് കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് പരമാവധി കുറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സോളിഡ് പാർട്ടിക്കിൾസിന് സെറ്റിൽ ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളൂ. Gravitational settling device. Here you are given the flowchart of the gravitational settling device. You can see the source of the dust particles. It is passed through an air cleaning device. Then again it is passed through the settling chamber. You can see once the polluted gas is going through the settling chamber, the outcoming gas is almost clean. Fabric filter. Fabric filters, also called baghouses and bag filters, are air pollution control devices that remove particulate matter from a contaminated gas stream by passing the dirty air through a layer of cloths. The particulate matter deposits on the cloth surface and the clean air passes through. The filter's ability to collect small micrometer and sub-micrometer particles is due to the accumulated dust cake and not the fabric itself. The filter is usually in the form of cylindrical fabric bags, hence the name fabric filter or baghouse. മറ്റൊരു സംവിധാനമാണ് ഫാബ്രിക് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് ഒരു കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന ഒരു ഗ്യാസ് സ്ട്രീം ഒരു ഫാബ്രിക് ഫിൽറ്ററിൽ കൂടി, ആക്ച്വലി ഫാബ്രിക് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ലെയർ ഓഫ് ക്ലോത്താണ്, അതിൽ കൂടി കടന്നു പോകുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അത് തടയുകയും ക്ലീൻ എയർ മാത്രം കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എല്ലാം, സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം ഈ ക്ലോത്തിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ എയർ ക്ലീനിങ് കുറേ കൂടി ബെറ്റർ ആകുന്നതിന് സഹായിക്കുന്നുണ്ട്. എ കോമ്പിനേഷൻ ഓഫ് കോട്ടൺ വിത്ത് സിൽക്ക്, chiffon or flannel can create a well functioning filter.
The fabric filters are typically used in the treatment of wastewater, groundwater, cooling water along with many others. In general, bag filters are used in situations where solid materials need to be removed from liquids. ഈ ഫാബ്രിക് ഫിൽറ്റേഴ്സിൻ്റെ ഒരു പ്രധാന ഉപയോഗമെന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ക്ലീൻ ചെയ്യുന്നതിലും ഒക്കെയാണ്. ഫാബ്രിക് ഫിൽറ്ററിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പല റോളായിട്ട് ഇങ്ങനെ ഫാബ്രിക് ചുറ്റി ചുറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇതിൽ കൂടി ഈ പൊല്യൂട്ടഡ് ആയിരിക്കുന്ന ലിക്വിഡ്, പർട്ടിക്കുലർ ലിക്വിഡ് അത് കടന്നു പോകുമ്പോൾ അതിലുള്ള സോളിഡ് പാർട്ടിക്കിൾസൊക്കെ തന്നെയും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. വെറ്റ് സ്ക്രബേഴ്സ്. ദ ടേം വെറ്റ് സ്ക്രബർ ഡിസ്ക്രൈബ്സ് എ വെറൈറ്റി ഓഫ് ഡിവൈസസ് ദറ്റ് റിമൂവ് പൊല്യൂട്ടൻസ് from a furnace flue gas or from other gas streams. Wet scrubbers are effective air pollution control devices for removing particles or gases from industrial exhaust streams. A wet scrubber operates by introducing the dirty gas stream with a scrubbing liquid, typically water. Particulate or gases are collected in the scrubbing liquid scrubber. വെറ്റ് സ്ക്രബേഴ്സ് എന്ന് പറയുന്നതും മലിനീകരണം ലഘൂകരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇത് വളരെ ഇഫക്റ്റീവായ ഒരു കൺട്രോൾ ഡിവൈസാണ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ എക്സോസ്റ്റ് സ്ട്രീമിൽ നിന്നും പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നതിനുള്ള വളരെ ഇഫക്റ്റീവായിരിക്കുന്ന ഒരു സംവിധാനമാണ് വെറ്റ് സ്ക്രബേഴ്സ് എന്ന കൺട്രോൾ ഡിവൈസ്. Wet scrubbers can remove particulate matter by capturing them in liquid droplets. The droplets are then collected with the liquid dissolving or absorbing the pollutant gases. Wet scrubbers are used in a variety of industries such as acid plants, steel mills, asphalt plants, and large power plants. The scrubbers reduce the temperature and volume of the unsaturated എക്സോസ്റ്റ് സ്ട്രീം. അപ്പോൾ വെറ്റ് സ്ക്രബേഴ്സിൻ്റെ വെറ്റ് സ്ക്രബറിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടി ഈ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസ്ഫാൾട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ബിറ്റുമെൻ്റെ കോട്ടിങ് കോട്ടൺ ക്ലോത്തിന് കൊടുക്കുന്ന ഒരു സംവിധാനം, അങ്ങനത്തെ ഒരു പ്ലാന്റാണ് അസ്ഫാൾട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുന്ന എയറും എല്ലാം വാട്ട് എവർ ബി ഇറ്റ് അത് പൊല്യൂട്ടഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഈ പൊല്യൂട്ടൻസിനെ നമ്മൾ വെറ്റ് സ്ക്രബേഴ്സിൽ കൂടി കടത്തി വിട്ട് കഴിയുമ്പോൾ ദ വെറ്റ് സ്ക്രബേഴ്സ് ക്യാൻ റിമൂവ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. ഈ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ അത് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിൽ അബ്സോർബ് ചെയ്യും. ഒരു സ്പ്രേ ഓഫ് ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ ആ വളരെ ചെറിയ ലിക്വിഡിൻ്റെ മോളിക്യൂൾസിൽ അഥവാ ഡ്രോപ്ലെറ്റ്സിൽ ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ അബ്സോർവ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ മലിനീകരണത്തെ കൺട്രോൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ ഇൻ ദിസ് പർട്ടിക്കുലർ സെഷൻ ആൻഡ് യു ആർ ഗിവൺ ദി അസൈൻമെൻറ്റ് ഹൗ ടു മിനിമൈസ് ദ പൊല്യൂഷൻ ഓഫ് എയർ ഫ്രം ദി ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ്. സോ യു ഹാവ് ടു write at least one page on how to minimize the pollution of air from the internal combustion engines. So the assignment is strictly confined to the internal combustion engines. The last date for submitting the assignment is October 30, 2020. Thank you.